കേരളത്തിൽ 2026 UDF അധികാരത്തിൽ വരുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. ഇത് LDF നമുക്കറിയാം, CPM പലതരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നേട്ടങ്ങൾ PR വർക്കിലൂടെ വളരെ മികച്ചതായി കാണിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. ക്ഷേമ പെൻഷൻ കൃത്യമായി എത്തിക്കുന്നു, അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കുന്നു. അങ്ങനെ ജനപിന്തുണ ആർജിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, ഇതിൻ്റെ പൊള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളിച്ചു കാട്ടാൻ UDFും BJPയും അതിശക്തമായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം, BJPയുടെ വളർച്ച പലപ്പോഴും കോൺഗ്രസിനെയാണ് ക്ഷീണിപ്പിച്ചിട്ടുള്ളത്. അത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. BJP എവിടെ വളർന്നു കയറിയിട്ടുണ്ടോ അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്കാണ് പോകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ട് മുഴുവൻ കോൺഗ്രസിലേക്ക് വരും, കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളതാണ്. ഈ 12% മുകളിലേക്കുള്ള BJPയുടെ വളർച്ച CPMനെയും ബാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP നേടിയിട്ടുള്ള വോട്ട് വിഹിതം പല മണ്ഡലങ്ങളിലും CPMനെ ഭയപ്പെടുത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായം വോട്ട് മുഴുവൻ CPMനുള്ളതാണ്. പക്ഷെ അതിനകത്തൊക്കെ തന്നെ വൻ ചോർച്ചയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് CPM വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോകുന്നത്. ആ ചോർച്ച തടയുന്നതിന് വേണ്ടിയുള്ള പല രീതിയിലുള്ള നീക്കവും അവർ നടത്തി. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര തരത്തിൽ ഫലിച്ചില്ല എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPയുടെ നേട്ടം, അതുപോലെ തന്നെ LDFനെ തറ പറ്റിച്ചുകൊണ്ട് UDFന്റെ നേട്ടം, കൂടാതെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം, ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. തൃക്കാക്കരയും പുതുപ്പള്ളിയും അതുപോലെ തന്നെ പാലക്കാടും നിലമ്പൂരിലും ചേലക്കരയിൽ CPMന്റെ സ്ഥാനാർത്ഥി വിജയിച്ചെങ്കിലും വേണ്ടത്ര വോട്ട് നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല, ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അവിടെ രാധാകൃഷ്ണൻ നേടിയത് 40,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജയിച്ച പ്രദീപ് കുമാർ 12,000-ലധികം വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് UDF മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് പിന്നെ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് PV അൻവർ മുന്നണി വിട്ട് ഇറങ്ങിയതോടുകൂടി MLA സ്ഥാനവും രാജിവെച്ചതോടുകൂടി നിലമ്പൂരിലേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ പോയി. അതും LDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ടോട്ടൽ കണക്കെടുക്കുമ്പോൾ വലിയ തിരിച്ചടിയാണ് LDFന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം UDFന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് UDFന്റെ അനുകൂല സാഹചര്യത്തിലേക്കാണ്. പക്ഷേ BJP ഉണ്ടാക്കുന്ന നേട്ടം കൂടി നമ്മൾ അത് കാണാതെ പോകരുത്. അത് കോൺഗ്രസിനുണ്ടാക്കുന്നത് ക്ഷീണം വളരെ വലുതാണ്. അതുപോലെ തന്നെ CPMലും വലിയ ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ VD സതീശന്റെ ഒക്കെ കണക്കുകൂട്ടലുകൾ എന്താകും എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഈ പല സർവേകളും പുറത്തു വരുന്നുണ്ടെങ്കിലും ഈ അതിനകത്തൊക്കെ തന്നെ UDFന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു തൂക്കസഭയിലേക്ക് പോലും പോകുന്നുണ്ട്. അത് BJP ഒരു 8 സീറ്റോ 12 സീറ്റോ വരെ പിടിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകാം. BJP എന്തായാലും 2 സീറ്റ് മുതൽ
പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവരുടെ കണക്ക് കൂട്ടൽ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 18 സീറ്റ് വരെയും അവർ നേടുമെന്നാണ് പറയുന്നത്. 18 സീറ്റൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ BJP കേരളത്തിൽ നിർണായക ശക്തിയായി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അപ്പോൾ UDF-നുള്ള 2026 സാധ്യതകൾ മങ്ങലേൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അനുസരിച്ചും പല സർവേകളും പറയുന്ന അനുസരിച്ചും ഒരു 80 സീറ്റ് വരെ UDF-ന് അനുകൂലമായി കാര്യങ്ങൾ മാറാം. എന്തായാലും LDF-ന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും. BJP ഒരു 8 സീറ്റ് കണക്ക് കൂട്ടിയാലും അതിനകത്ത് LDF-ന് ഭരണത്തിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. ഇത് LDF-ന് ഒരു പതനം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നണിക്കകത്തും പല ഘടകകക്ഷികളും മുന്നണി വിടാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് LDF-ൽ നിന്ന് മുന്നണി വിട്ട് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന, ഇപ്പോഴും ആ ആഗ്രഹത്തിൽ നിൽക്കുകയാണ് ജോസ് കെ മാണി വിഭാഗം. ഇത് CPM-ന് വലിയ തകർച്ച ഉണ്ടാകുകയാണെങ്കിൽ അത് മുന്നണിയിലെ പല ഘടകകക്ഷികൾക്കും വൻ തകർച്ചയിലേക്ക് പോകും. അത് മുന്നണിയുടെ ഭദ്രതയെ തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. ജോസ് കെ മാണിയെ പോലുള്ള കേരള കോൺഗ്രസ് വിഭാഗം മുന്നണി വിടാൻ തന്നെ കാരണമാവുകയും ചെയ്യും. CPM-ന് വലിയ തകർച്ച ഉണ്ടാകുകയാണെങ്കിലും ഘടകകക്ഷികൾക്ക് അതിഭയങ്കരമായ തകർച്ചയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് നിൽക്കുന്ന പല ഘടകകക്ഷികളുമുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെ ആന്റണി രാജുവിന്റെ അവർക്ക് പരാജയം സംഭവിക്കും ഉറപ്പായും. അത് ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കടന്നപ്പള്ളി മത്സരിക്കുന്ന മണ്ഡലം കണ്ണൂര് കേരള കോൺഗ്രസ് എസ്, അപ്പൊ അതിനും തകർച്ച ഉണ്ടാകും. അപ്പൊ പല ഘടകകക്ഷികളും ഇല്ലാതാവുകയും CPM-നും പതനത്തിലേക്ക് പോവുകയും മറ്റു പിന്നെ പ്രധാന ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് CPI-ക്കായിരിക്കും. CPI-യുടെ നഷ്ടം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. CPM-ന്റെ തണലിൽ മാത്രം നിൽക്കുന്ന പാർട്ടിയാണത്. അതില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ CPM-ന് എത്രത്തോളം സീറ്റ് കിട്ടുമോ അതിനനുസരിച്ച് തന്നെയായിരിക്കും ഘടകകക്ഷികളിലേക്കും വരുന്നത്. പല ഘടകകക്ഷികളും സംപൂജ്യരായി മാറുകയും ചെയ്യും. CPI കുത്തനെ പതിക്കും. CPM-നും വീഴ്ച സംഭവിക്കും. UDF ഭരണത്തിലേക്ക് വരികയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പല പ്രവചനങ്ങളും സർവേകളും പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.